ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ സ്കൂളിലെത്തിയിരിക്കുകയാണ്. ഞങ്ങൾ LKG മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളാണിത്. ഡാർലിലും കയർത്താടിയാണ് സ്ഥലം. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ സ്കൂളിൻ്റെ ഏരിയയാണിത്. അവിടെ ഞങ്ങൾ മുള്ളുംപഴം പറക്കാൻ പോയിരുന്നു. അവിടെ കശുവണ്ടി മാവുണ്ട്. അവിടെ നിന്ന് കശുവണ്ടി പിന്നെ ഞങ്ങൾ നിസ്കരിക്കാൻ പോയിരുന്ന വഴിയാണത്. ഞങ്ങൾ ആദ്യം നിസ്കാരത്തിൻ്റെ മഴ പെയ്ത പള്ളിയിൽ ഓട്ടം ഇതാണ് ഞങ്ങളുടെ എൻട്രൻസ്. വല്ലാത്തൊരോട്ടയിരുന്നത്. എടി നമ്മുടെ പുരാതന പിടിച്ച ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി ഇപ്പോഴും മാറ്റിയിട്ടില്ല. അതെല്ലാം ഉണ്ട്. അത് കൂടി ഞങ്ങളുടെ എന്താ പറയുക, മുങ്ങാനുള്ള സ്ഥലമായിരുന്നു. പിന്നെ അതൊക്കെ കാണുന്നതാണ് ഞങ്ങളുടെ PT മുങ്ങിയിരിക്കുന്ന സ്ഥലങ്ങൾ. ഇത് സ്പോർട്സ് നടന്നിട്ടുള്ള ട്രാക്ക് വരച്ചിരിക്കുകയാണ്. ഒന്ന് ഓടിയൊക്കെയല്ലേ ഇത് ഞങ്ങളുടെ ഗ്രൗണ്ടാണ്. ആ കാണുന്ന ഞങ്ങളുടെ ഓഡിറ്റോറിയം. ഇതാണ് ദാറുൽ ഓഡിറ്റോറിയം ഗൈസ്. ഇതാണ് ഞങ്ങളുടെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അന്ന് പതാക ഉയർത്തുന്ന സ്ഥലം. അത് ബോയ്സിൻ്റെ ടോയ്ലറ്റാണ് ഗൈസ്. ഫസീല അത് ബോയ്സിൻ്റെ ടോയ്ലറ്റാണ് ഗൈസ്. അവിടെ ക്യാൻറ്റീൻ ഉണ്ട് തോന്നുന്നു. ഇപ്പോൾ ക്യാൻറ്റീനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പോയപ്പോൾ പുരോഗമിച്ചത്തിലുമല്ലോ. ഇനി ഏച്ചി അതും ചെയ്യൂ. ഇത് ഞങ്ങളുടെ കമ്പ്യൂട്ടർ ലാബാണ്. ഓല്ലോ, നാഷണാന്തം പാടിയ ഞാൻ കഥ പറഞ്ഞുതരാം. ഞങ്ങളാണ് ഇവിടെ നാഷണാന്തം പാടിയിരുന്ന ആളുകൾ. അങ്ങനെ നാഷണാന്തം പാടിയ പാടാൻ വന്നിട്ട് ഇവരൊക്കെ കൂടി അതിലൊരു തവണ എല്ലാരും ചിരിച്ചോടി. ഐശ്വര്യക്കുന്ന പടി അതിൽ നിങ്ങൾക്ക് കടി കിട്ടി, എനിക്ക് പ്രോത്സാഹനം കിട്ടി. 10ാം ക്ലാസ് എത്തി ചിരിച്ചിക്കണേ. ഗൈസ് നോക്കൂ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ ശരിക്കുള്ള KG-ത്തെ അസീല ഇതല്ലേ നമ്മുടെ KG-ത്തെ പാർക്ക്. ഇതാണ് ഞങ്ങളുടെ KG-ത്തെ പാർക്ക്. അവിടെ ഇരുന്ന ടോയ്ലറ്റ്. അവിടെ പൊന്തക്കാടായിക്കണേ. ഇതാണ് കൈ കഴുകണ സ്ഥലം ഉണ്ടായിരുന്നത്. ഈ ഞങ്ങളുടെ ആദ്യത്തെ പ്രേതകഥയാണ്. ഇവിടെ എന്നിട്ട് ഓരോ കെട്ടുകഥ ഉണ്ടാക്കി നാട്ടുകാരെ പറ്റിക്കുന്നത് ഞങ്ങളെ പണി. അവിടെ പ്രേതം ഉണ്ട്, ഇങ്ങനെ വരും. അത് ട്രയൽ അടിക്കുക. ഗൈസ് ഇത് ഡോക്ടറാണ് ഗൈസ്. ഇത് ഫാർമസിസ്റ്റ് ആണ് ഗൈസ്. നിങ്ങൾ ഇവരടുത്തൊക്കെ പോകുമ്പോ ഒന്ന് ശ്രദ്ധിക്കണം. പഠിച്ചോനെ കാത്തോളി ജന്തുക്കളെ. തടി കുറക്കണം മനുഷ്യന്മാരായാല്. തിരിയണം കൂടി ഇല്ല ഗൈസ്. നമ്മളങ്ങനെ തിരിയാൻ പോവാണ്. ഇതോ തിരിയാത്ത ഹിബ. വാ, ഞങ്ങളങ്ങനെ എന്തായാലും മസനഗുടി വഴി ഊട്ടി വഴി ഇവിടെ വല്ല മരുന്നും മാറിയിട്ട് മരുന്നും മാറ്റി തന്നിട്ട് വല്ല പ്രശ്നം വന്നാ എന്നെ ബന്ധപ്പെടേണ്ടതാണ്. ഓള് കേസായ ഞാനും. ഗൈസ് നമ്മളങ്ങനെ ഗൈസ്. ഇതാണ് ഊഞ്ഞാൽ ഗൈസ്. അതെ ഞങ്ങൾ യക്ഷിനകം വായിച്ചുള്ള യക്ഷി അപ്പുറത്തുണ്ട്, യക്ഷിനകം അപ്പുറത്തുണ്ട്. ഞങ്ങൾ ഊളത്തരം കാണിക്കാൻ വേണ്ടി പറ്റിയതാണ്. ഇതാണ് ഞങ്ങളുടെ എൻട്രി മേലോട്ടുള്ളത്. എവിടെ LKG-യുടെ ബാത്റൂം അതൊന്നും ഇരുന്നില്ല.
ഇത് UKG ആയിരുന്നു. ഇത് ഞങ്ങളുടെ LKG ക്ലാസ് ആയിരുന്നു. ഒരേ കൊണ്ട് ബാത്റൂം ആക്കി ഗൈസ്. ബാത്റൂം ഇത് സ്പോർട്സ് റൂം ആയിരുന്നു. ഇത് ഞങ്ങളുടെ വരാന്ത ഗൈസ്. ഇത് എന്താ പറയാ, ഞങ്ങൾ ഓടി നടന്ന വരാന്തകളാണ് ഗൈസ്. പുരോഗമനം ഗൈസ്. ക്യാമറ ഇത് ഞങ്ങളുടെ സ്റ്റാഫ് റൂം ആയിരുന്നു. ഉഷാപ്പി ഞങ്ങളുടെ 10ാം ക്ലാസ്സിൽ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ആയിരുന്നു. ഇത് എടി ഇത് ഓർമ്മയില്ല എനിക്ക്, നമ്മള് സിനിമ ഉണ്ട്. ഇത് ഞങ്ങളുടെ ഓഡിയോ വിഷൻ റൂമായിരുന്നു. ഞങ്ങൾ കാർട്ടൂണ്, ഫിലിം മുതലായ എല്ലാ സംഭവങ്ങളും കാണിച്ചു തന്നിരുന്നു. ഫൈസൽ സാർ ഞങ്ങൾ സ്മരിക്കുന്നു. ഇത് ഞങ്ങളുടെ പ്രിൻസിപ്പളുടെ റൂമാണ്. കോയാനി സാറ്. ഞങ്ങൾ 10ാം ക്ലാസ്സിലേക്കുള്ള എൻട്രൻസ് ആണ് ഗൈസ്. ഇത് ചേച്ചിമാരുടെ റൂമാണ്. ഇത് ബസ്. ആ മേലെ കാണുന്ന ക്ലാസ്സുകളാണ് ഞങ്ങളുടെ. ഇതാണ് ഞങ്ങളുടെ 10ാം ക്ലാസ്. ഏറ്റവും മേലല്ലടി നമ്മുടെ ലാബ്. അവിടെ നിന്നിട്ടാണ് ഞങ്ങൾ വായനോട്ടം കംപ്ലീറ്റ് നടത്താറ്. മേലെയായിരുന്നു ലാബ്. അങ്ങനെ ഗൈസ് നമ്മൾ ഗ്രൗണ്ടിലോട്ട് ഇറങ്ങിയിരിക്കുന്നു ഗൈസ്. ഹിബ അങ്ങനെ ഗൈസ് ഫസീലാന്റെ കല്യാണമാണ് അടുത്ത മാസം. നമ്മൾ തകർക്കുന്നതാണ്. തകർത്ത് പറിക്കുന്നതാണ്. അതെങ്ങനെ കൊളാക്കാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇവളോട് എന്തേലും പറഞ്ഞാ? അത് സൂര്യനാണ് ഗൈസ്. എന്താണ് വിചാരം അറിയാഞ്ഞിട്ട് ചോദിക്കുക. എന്നിട്ട് ഇക്കൊരു സൗകര്യം ഉണ്ടാവൂല വിളിച്ചിട്ട്. എന്നിട്ട് ഗൈസ് ഇത് പറഞ്ഞു കൊടുക്കേ. ഇതെന്താ പറഞ്ഞു കൊടുക്കേ? അല്ല ആദ്യം നിസ്കാരം അവിടെ ഇരുന്നു ആ സ്ഥലക്കെ, പിന്നെ ഇങ്ങോട്ടാക്കി മാറ്റി. ഇവിടെ ആദ്യം ക്യാൻറ്റീൻ ഇവിടെ ഇരുന്നു. ഞങ്ങൾക്ക് നിസ്കരിക്കാനുള്ള തൊരവുണ്ട്. പിന്നെ ഞങ്ങള് സോഫയിൽ ഫസ്റ്റ് ഒക്കെ നിൽക്കാൻ വേണ്ടിട്ട് ഭയങ്കര ഓട്ട മത്സരമൊക്കെ ആയിരുന്നു. ഇതായിരുന്നു. പിന്നെ ഇത് ഞങ്ങക്ക് ക്യാൻറ്റീൻ ആയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് നമ്മളെല്ലാരും കൂടിയിട്ട് മുനീർ ഞാനും ഉണ്ടാവും ഇടയ്ക്ക്. എന്നിട്ട് ഞങ്ങളുണ്ടാള് ഇനി മുനീറാനെയും കണ്ടിട്ടായിരുന്നു ഇരട്ടകളാണോ പെരട്ടകളാണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. ഒറ്റക്ക് നിസ്കരിക്കല്ലേ അവിടെ എല്ലാരും നിസ്കാരം കഴിഞ്ഞാൽ ശോധനത്തിട്ട് ഭയങ്കര രസമായിരുന്നു ഗൈസ്. ഒക്കെ കൊളായി. ഇത് അവിടെ ഇപ്പൊ കേച്ചി അങ്ങോട്ട് മാറ്റിക്കണം വീണ്ടും. അതിന്റെ ഇടയിൽ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ പഠിക്കുമ്പോ ഇവിടെ അതിനുള്ള കളിക്കണം എന്തൊക്കെയാ സംഭവം ഗൈസ്. ഇവരെന്നെ നടന്ന് കുറ്റം പറയാണ് ഗൈസ്. ഇവരെന്നെ നടന്ന് കുറ്റം പറയാണ് ഗൈസ്. എനിക്ക് ജസ്റ്റിസ് വേണം. നമുക്ക് പേടിയെന്ന് വീട്ടിൽ പോവാന് പ്രായം. ഇത് ഞങ്ങളുടെ എന്താണ് ഇവിടുത്തെ പ്രേത വീടാണ്. ഇവിടെ ചെമ്പോത്തുണ്ട്. മറ്റേ സത്യം പറഞ്ഞത് പണ്ടത്തെ പ്രിൻസിപ്പൾ ഇവിടെ സ്റ്റേ ചെയ്തിരുന്നത് ആ വീടാണ്. പിന്നെ അതിനുശേഷം ട്യൂഷൻ എന്തായിരുന്നു അറിയോ ഉലൂമ്. പക്ഷെ ഇവരൊക്കെ ഇവിടെ വന്നോട് കൂടിയിട്ട് സ്കൂള് നാശമായി. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ഗൈസ് നിങ്ങൾക്ക് അറിയോ ഞങ്ങൾ LKG മുതൽ 10ാം ക്ലാസ് വരെ ഈ സ്കൂളിലാണ് ഓടി നടന്നത്. പറഞ്ഞു കൊടുക്കുക സീല. ഭാഗ്യം പഠിക്കാൻ സാധാരണ അടച്ചിട്ടല്ലേ എടുക്കല്.
കടിയായിട്ട് മരിക്കൊക്കെ വയ്യ. ഓർക്ക് തൊര മൂത്ത് പോണുണ്ട് ഗൈസ്. അസീല അടുത്ത മാസം കല്യാണം കഴിക്കണട്ടാ. പിന്നെ അപ്പൊ ഞാനോ എടി കണ്ണടാടി. അപ്പൊ ഞാൻ വരണ്ടേ? ഗൈസ് നിങ്ങളിത് കാണൂ ഗൈസ്. ഈ വന്ന കാട്ടിക്കൂടൊക്കെ വരിക നടത്തിക്കൂടും. എന്താ ഇത്? നല്ല ഭംഗിയുള്ള സ്ഥലല്ലേ, അടിപൊളി. ഞാൻ അതിന്റെ കൂടെ ഒരു കുറവുണ്ടായിരുന്നു. ഇരുന്നോ. അതാണ് ദാറുലുലൂമിന്റെ മസ്ജിദ് ഗൈസ്. അങ്ങനെ അവിടെ കുട്ടികൾ കളിക്കണം ഗൈസ്. ഹിബക്ക് ചെക്കനെ വേണം, കല്യാണം നോക്കുന്നുണ്ട്. ചെക്കനെ വേണ്ട ഗൈസ്. നിനക്ക് വേണോ? ഒഴുകുന്നുണ്ട്. സോറി ഗൈസ്, അവരൊക്കെ കമ്മിറ്റഡ് ആണ്. ഹിബ നീ കമ്മിറ്റഡ് ആണോ? സോറി എടി പേരട്ട മുഫീദാ. എന്റെ ഒറ്റ കാറിനൊക്കെ ചീത്തപ്പേരിട്ടായിട്ടിട്ട് കൊടുത്ത്. അപ്പൊ ഹിബ ഹിബ ഓടി ഓടി ഓടി. എടി എടി മുഫീദ് എടി പണ്ട് ഞാൻ ഓടിയിരുന്നില്ല, ഓടി വരുന്നവരെ പിടിക്കലേ. ഓടിക്കോ, ഞാൻ പിടിക്കോ. എന്താ ചെയ്യുക ഗൈസ്. അത് ഞങ്ങൾ ഓഡിറ്റോറിയത്തിൻ്റെ ബാക്കാണ്. ബാക്കിൽ ഞങ്ങൾക്ക് ഒരുപാട് ഓർമ്മകളുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ബാക്കിലോട്ട് കയറുകയാണ് ഗൈസ്. വീണ എന്നെ പറയരുത്. ഇതാണ് ബാക്ക് ഗൈസ്. എടി നമ്മളെ അസംബ്ലിക്ക് അടിപൊളി വ്യൂ ആണ് കേട്ടോ. അത് വേറെ കായോ അല്ല, മഴക്കാലക്കായ അടിപൊളി സ്ഥലം. തേർഡ് ഫ്ലോറിൽ പോണ്ടായിരുന്നു പണ്ട്. അവിടെ ക്ലാസ് അവിടെ ആക്കിണ്ടോ തവണ. അയ്യോ നാരങ്ങ മിഠായി ഗൈസ്. ഗൈസ് നാരങ്ങ മിഠായി. എടി പാൽപ്പേടാ. അയ്യോ എന്റെ കേസ് ഞാൻ തന്നെ മതിക്കണം. ഒരു പട്ടിയുടെ ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ ഓഡിറ്റോറിയം. ഞങ്ങൾ ഇവിടെ നിട്ടാട് അസംബ്ലി കൂടുക. അല്ലാ കോമഡി പീസാണ്. ഞങ്ങൾക്ക് സ്വന്തമായി ഓഡിറ്റോറിയം ഉണ്ട്, ടോയ്ലറ്റ് ഉണ്ട്, കൈ കഴുകുന്നതുണ്ട്, ക്ലാസ് റൂമുകളുണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ എന്ത് രസമായിരുന്നല്ലേ ഗൈസ്. വല്ലാത്തൊരു സംഭവം. എന്ത് വലിപ്പായിരുന്നു അറിയത്? എനിക്ക് ഓർമ്മയില്ലേ ഞമ്മള് പഠിക്കുമ്പോ ഒരു കുട്ടി ആ വലിയ വെള്ളത്തിക്കൂടെ. അതേപോലെ സ്വാതന്ത്ര്യ ദിനത്തിന് നമ്മളെ കൊണ്ട് ആ കാര്യത്താടി സെന്ററിൽ വരും ജനഗണമന പഠിക്കലുണ്ട്. സാരേ ജഹാം സെറ്റ് അതാ ഇപ്പൊ എനിക്ക് ഞാൻ വാങ്ങിത്തരച്ച് പാട്. പ്ലേ സ്കൂൾ പോലത്തെ
അപ്പോൾ ഇത് ഒരു പ്രൊമോഷനും കൂടിയാണ്. ഞങ്ങളുടെ സ്കൂൾ നല്ല സ്കൂളാണ്. അത് ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ സാറ് വന്നിട്ടുണ്ട്, പ്രിൻസിപ്പൾ കോയനി സാറ്. അടിപൊളി സാറാണ്. മുന്നത്തെ ഇപ്പോൾ സ്കൂളൊന്നും പിന്നോട്ട് പോയിണ്ടായിരുന്നു. ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഞങ്ങളവിടെ പഠിച്ചിരുന്ന കുട്ടികൾ എന്നുള്ള നിലക്ക് എന്തായാലും മൂപ്പരിത് തിരിച്ചു പിടിക്കും എന്നുള്ളത് നല്ല രീതിയിൽ വരും. അപ്പോൾ എല്ലാവരും കുട്ടികളെ ചേർത്തിട്ടൊക്കെ സഹകരിക്കുക. സാർ എന്തായാലും നല്ല രീതിയിൽ കുട്ടികളെ വളർത്തിയെടുക്കും, ഒരു സംശയവുമില്ല. എന്താ ഫിസിക്കലി ആയാലും മെൻ്റലി ആയാലും എല്ലാ തരത്തിലും കുട്ടികളെ പേഴ്സണലി ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടിങ് ഒക്കെ ആയിരുന്നു. ഗൈസ് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. പോയി അപ്പോൾ ഗൈസ് ബൈ ബൈ സി യു. ഞങ്ങൾ പോവുകയാണ്. എന്നിട്ട് നോക്ക് ബായ് പറ. ഗൈസ് ഇത് ഞങ്ങൾ ആദ്യത്തെ കടയിൽ ആദ്യം ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നല്ല ചെറിയ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഈ വഴിയാണ് ഷോർട്ട് കട്ട്. നമ്മളിപ്പോൾ ഭാരത് ടീച്ചറിനെ ശാന്തകുമാരി ടീച്ചറെ എടുത്തിട്ട് പോവുകയാണ്. ഗൈസ് ഇതാണ് ഞങ്ങളുടെ സ്കൂളിലേക്കുള്ള അപ്പോൾ അത് കാണാം. ബൈക്ക് ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട്. അവൻ മരണപ്പെട്ടു. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഇതാണ് ഭാരതി ടീച്ചർ വീട്ടിലേക്കുള്ള എൻട്രൻസ്. ടീച്ചറോടല്ലേ? അവിടെ ഉണ്ട് തോന്നുന്നു കേട്ടാ. ഗൈസ് കാണുന്നുണ്ടോ? രണ്ട് അവിടെ 3 സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. അമ്മയും പിന്നെ ടീച്ചറും ആരോടെ അനിയത്തിയും. ഇത് ഞങ്ങളുടെ ഹിന്ദി പഠിപ്പിച്ചിരുന്ന ടീച്ചറാണ്. ചെറിയ കുട്ടിയാകുമ്പോൾ നല്ല ഏജ്ഡാണ് ടീച്ചർ. ഭയങ്കര സ്നേഹമുള്ള ടീച്ചറായിരുന്നു കേട്ടോ അവളൊക്കെ. ഗൈസ് ഇതാ അങ്ങനെ ടീച്ചറെ അനിയത്തിയൊക്കെ കൂടിയിട്ട് നമുക്ക് പരിപ്പട തൊട്ടിട്ട് ഗൈസ് പരിപ്പുവട. അപ്പോൾ ടീച്ചറെ പരിപ്പുവടയാണ്. അപ്പോൾ ഞാൻ സ്നേഹം കൊണ്ട് രസമുണ്ട് ധാരാളം. അപ്പോൾ ഗൈസ് ടീച്ചർക്ക് ലിപ്സ്റ്റിക് ഇട്ടൊന്നും ഇഷ്ടമല്ല. അതുപോലെ എന്താ പറയുക, നല്ല ടീച്ചറാണ്, സ്നേഹമാണ്. ഇത് ടീച്ചറെ വീട്ടിൽ തമ്പലാണ്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ശാന്തകുമാരി ടീച്ചറെ വീട്ടിൽ പോവാം. വീട് എവിടെയെന്നുള്ള എനിക്ക് വലിയ ഐഡിയ. ഇവർ വരാറുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ടൊക്കെ വരുന്നത്. ഓക്കെ അപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചില്ല. ഓക്കെ മുസീല ബാ ഇബാ ബാ. ഞങ്ങൾ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ശാന്തകുമാരി ടീച്ചറുടെ വീട് ഗൈസ്. പൂച്ച കണ്ടല്ലോ, പൂച്ച ഗൈസ്. വീട് ഹലോ എന്താണ് സുഖല്ലേ? ഞങ്ങൾ ഉരുമി പോയി കോയനി സാറെ കണ്ട്. കോയാനും കൂടി ഇങ്ങനെയല്ലേ? അതാദ്യം പിന്നീട് സെറ്റായത്. അന്ന് എനിക്ക് ഭ്രാന്തായിരുന്നു ഗൈസ്. ഒറ്റക്ക് പോയിട്ട് ആ കുണ്ടില് പോയിട്ടിരിക്കുക. ഇവളെ പിടിച്ച് വലിച്ചിട്ട് എന്താ ടീച്ചർക്ക് എന്നെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. അതുകൊണ്ടാണ് അഭിപ്രായം തന്നെ ഇവളെ പറ്റിയിട്ട്. ഞാൻ ഒരിക്കലും അവളെ കുറ്റം പറയില്ല. എനിക്ക് നല്ല ഇഷ്ടമാണ്, മാനസികമായിട്ട് നല്ല ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ്. എന്ത് വെളുതെ നാട്ടിൽ ഞാൻ സ്റ്റാഫ് റൂമിൽ ഇവളെ കുറ്റം പറയില്ലല്ലോ. മുന്നോട്ട് ടീച്ചർമാര് പറയും ടീച്ചറെ വളം വെച്ച് കൊടുക്കണ്. പക്ഷെ വെള്ളം മുന്നേ പോയാൽ ഞാൻ വേറെ പുല്ലിയ അവളോട് ഞാൻ വേണ്ടില്ല. അപ്പൊ പിന്നെ അവള് തോന്നിയതാകുകയെ.
അവന് ഉപ്പേനൊക്കെ നല്ല ഇഷ്ടമാണ്, ഉപ്പേനെയൊക്കെ നല്ല ഇഷ്ടല്ലേ. എന്താ ചെയ്യാ, ഇവരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ ഇവർക്ക് സങ്കടമാവും. നല്ല കുട്ടികളാ ഞങ്ങള് നല്ല കുട്ടികളാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുട്ടികളാണ്. ഞാൻ എപ്പോഴും ഇവിടെ പറയും നിങ്ങളെ കൂട്ടം. ഞാൻ ഈശ്വര കൂട്ടം പറഞ്ഞോളാം, അത് സദ്യ കൊടുത്ത കോണത്തിന് പായസം കൊടുത്ത വൈനി സാറ് തിരിച്ചു പറഞ്ഞയച്ചു തരുവാണ്. അതന്നെ എന്നെല്ലാം ഞാൻ പറഞ്ഞത് ഇനി തെറ്റിട്ട് പോയിരുന്നത്. ഒരു വട്ടണ്ട് ഇളകും, എന്നിട്ടാണ് ഞാൻ പ്രാക്ടീസ് എടുക്കും. കടന്നു പോയിക്കോറി ഞാന്. വിളക്ക് അങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ രൂപ അങ്ങനെയായിരുന്നു. പക്ഷെ ഇഷ്ടമായിരുന്നു ഉണ്ടാക്കി. ഗൈസ് അങ്ങനെ വസീല പോവുകയാണ് ഗൈസ്. അപ്പൊ ഇന്നത്തെ സർക്കിട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ കാണാം. ബൈ ഗൈസ്, ബൈ. സോറി ഗൈസ്, കല്യാണം അവിടെ എന്താ കഴിക്കാനുള്ള ഗൈസ്? ഞങ്ങൾ പോവുകയാണ് ഗൈസ്. ഇതെന്റെ ഹിബയാണ് ഗൈസ്. ബൈ ഗൈസ്. ഇങ്ങോട്ട് ഗൈസ്.